യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. യേശുവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആരാധന ആരാധന, മഹത്വം മഹത്വം മഹത്വം. ഈശോയെ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം പ്രത്യേകമായിട്ട് ഈ തിരുമണിക്കൂറിന് വേണ്ടി ഈശോയെ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, സംരക്ഷണത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സമർപ്പിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. സങ്കീർത്തനം 147:13 വചനത്തിന്റെ കൃപയാൽ ഈശോയെ കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തത്തിന്റെ കോട്ടയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേഷ്യൻസ് 1:7, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 വചനത്തിന്റെയും ഈശോയെ തിരുരക്തത്തിന്റെയും ഈശോയെ സംരക്ഷണ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. ആബപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഏശയ്യാ 10:17 അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ബാറൂക്ക് 4:1-2 വെളിപാട് 12:1 എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ വിശുദ്ധരുടെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, എഫേഷ്യൻസ് 6:17, സങ്കീർത്തനം 107:20, ലൂക്ക 10:19, മർക്കോസ് 16:16, 17, 18 വചനത്തിന്റെ യോഗ്യതയാൽ ഈശോയെ ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെ മേലെ അധികാരമുള്ള അവിടുത്തെ നാമത്താല് ഫിലിപ്പിയർ 2:9-11 വചനത്താല് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അപ്പസ്തലോട് 4:12 യോഗ്യതയാല് ജോയൽ 2:32 ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മർക്കോസ് 3:14-15, ലൂക്ക 9:1-12 വചനത്തിലായിരുന്നുകൊണ്ട് ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളിലും ഞങ്ങളുടെ പ്രദേശത്തും ഞങ്ങളുടെ ബന്ധങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാരിലും ഈശോയെ പ്രവർത്തിക്കുന്ന എഫേസുസ് 2:2, എഫേസുസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23, ജെറമ്യാ 11:8 അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികളെ യേശുനാമത്തിൽ ഒബേദ്യ 3 ലൂക്ക 1:53, ജെറമ്യാ 50, 30, 31 വചനത്തിലൂടെ, 1 കൊരിന്തോസ് 8:1-2 വചനത്തിലൂടെ, ഏശയ്യാ 14:9-14 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചിരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. തലമുറകളായി കടന്നു വരുന്ന അരൂപികള് സങ്കീർത്തനം 51:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ ദേശത്തിന്റെ മേലുള്ള, ഞങ്ങളായിരിക്കുന്ന ഓരോ ദേശത്തിന്റെ മേലുള്ള അരൂപികള്, ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ദാനിയേൽ 10:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ വ്യഭിചാര ദുർഭൂത സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ലോക അരൂപികള് യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ അരൂപികള് ഹെബ്രായർ 12, 14, 15 വചനത്തിലൂടെയും അപ്പസ്തോലനോട് 8:23 കൊളോസസ് 3:8 ഉൽപ്പത്തി 4:5 സങ്കീർത്തനം 109, 3, 4, 5 വചനത്തിലൂടെ യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന അരൂപികള് 2 കൊരിന്ത്യർ 11:3 സ്വാധീനങ്ങള് അപ്പോസ്തലനോട് 13:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:14-15 വചനത്തിലൂടെയും എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 1 യോഹന്നാൻ 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെ മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നിദ്രാലസ അരൂപികള് റോമ 11:8 യെശയ്യാ 56:10 യെശയ്യാ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അപ്പസ്തോലനോട് 16:16 എസെക്കിയേൽ 22:28 ജെറമ്യ 14:14 വ്യാജ ദർശനങ്ങൾ, വ്യാജ പ്രവചനങ്ങൾ, വ്യാജ സ്വപ്നങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതിലൂടെ കടന്നു വരുന്ന എല്ലാത്തരം ആശയക്കുഴപ്പത്തിന്റെ അരൂപികളും യെശയ്യാ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള മന്ത്രവാദത്തിന്റെ അരൂപികള് യെശയ്യാ 34:14 നിയമാവർത്തനം 18:1 മുതൽ 4 വരെയുള്ള വചനത്തിലൂടെ നിയമാവർത്തനം 18:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ ലേവ്യർ 19:31 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെ യെശയ്യാ 8:19 എസെക്കിയേൽ 13:20 പലതരത്തിലുള്ള മന്ത്ര ചരടുകളുടെ ഈ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 ജ്ഞാനം 2:21 റോമ 1:21 എഫേഷ്യൻസ് 4:17-18 വചനത്തിലൂടെയും എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്, ബുദ്ധിയിലുള്ള അന്ധകാരത്തിന് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ മഹത്വം ഉണ്ടാകട്ടെ. കൂട്ടുകെട്ടുകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് കടന്നു വരുന്ന രൂപികള് ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 1 കൊരിന്ത്യർ 15:33 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കും. റോമ 5:5 അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. യേശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26-ാം വചനം. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? സഹനത്തിലൂടെ മഹത്വത്തിലേക്കുള്ള മാർഗം, ഇതാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഈശോ എന്തിനാണ് സഹിച്ചതും മരിച്ചതും? ഒരു സുരഭില കാഴ്ചയാകാനും ബലിയാകുവാനും വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേണ്ടിയാണ് അങ്ങനെ ഈശോ കടന്നുപോയത്. എഫേസൂസ് 5:2. എഫേസൂസ് 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അത് ദൈവഹിതമായിരുന്നു. സഹനം ദൈവഹിതമായി കാണാൻ, അങ്ങനെ സ്വീകരിക്കാൻ നമ്മെ ഈശോ പഠിപ്പിക്കുകയാണ്. ഏശയ്യാ 53:10. യേശയ്യാ 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. സഹനവും മരണവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഏശയ്യാ 53:4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഈ വചനഭാഗം വായിച്ച് നാം സ്തുതിക്കുമ്പോൾ നമ്മിലേക്ക് ദൈവസ്നേഹം നിറയുമെന്നാണ് ആത്മീയ പിതാക്കന്മാര് പറയുന്നത്. യേശയ്യാ 53:4 മുതൽ 6 വരെ തിരുവചനങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ മുറിവിനാൽ സൗഖ്യമാക്കപ്പെട്ടവർ അവിടുത്തെ പരിമളമായി
മാറുകയാണ് ചെയ്യുന്നത്. 2 കൊറിന്തോസ് 2:14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. 2 കോറിന്തോസ് 2:14 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിനു സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. ഒരുവനും മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള സൗരഭ്യവും അവരിന് ജീവനിൽ നിന്നുള്ള ജീവനിലേക്കുള്ള സൗരഭ്യവും, ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? പ്രഭാഷകൻ 24:15. പ്രഭാഷകൻ 24:15. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി, വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറും പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. പ്രഭാഷകൻ 39:14. പ്രഭാഷകൻ 39:14. കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സഹനം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സഹനത്തിൽ നിന്ന് ഓടിപ്പോയതുകൊണ്ടും ആ ഓടിപ്പോയതിൻ്റെ ഫലമായി അനുസരണക്കേടിൻ്റെ പരിണത ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ക്രിസ്തുവാണ് ഈ അനുസരണക്കേടിൻ്റെ പരിണത ഫലം ഇല്ലാതാക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുമ്പോഴാണ് ആ അപൂർണത ഇല്ലാതാകുന്നത്. റോമ 5:19. റോമ 5:19. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. 1 കൊറിന്തോസ് 15:45. 1 കോറിന്തോസ് 15:45. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവരായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ഹെബ്രായർ 5:8. ഹെബ്രായർ 5:8. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഹെബ്രായർ 2:10. ഹെബ്രായർ 2:10. ആർക്കു വേണ്ടിയും ആരു മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആരനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. ഈ വചനത്തിന്റെ അവസാനത്തെ വരിയിലേക്ക് ഒന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ പരിപൂർണമാക്കാൻ സഹനമല്ലേ മാർഗം? അതുകൊണ്ടാണ് നാമും അതേ വഴിയാണ് രക്ഷയിലേക്ക് വരേണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. 1 യോഹന്നാൻ 2:6. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു.
ഫിലിപ്പിയ 1:29. ഫിലിപ്പി 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പരിപൂർണതയിലേക്ക് നാം നയിക്കപ്പെടുന്നത് ശുദ്ധീകരണത്തിലാണ്, സഹനത്തിലാണ് ഈശോയുടെ സ്വന്തമായി മാറുന്നത്. ഏശയ 48:10-11. യേശയ്യ 48:10-11 തിരുവചനങ്ങൾ. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എന്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എന്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരിയേറെ വിലക്കെട്ട ലോഹം നമ്മുടെ മനസ്സാക്ഷിയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ ചിന്താ ഇച്ഛാതലങ്ങളിലുണ്ട്. അവയെല്ലാം സഹനം കൊണ്ട് മാത്രമേ പോകുകയുള്ളൂ. ഏശയ 1:25. യേശയ്യ 1:25. ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. മനുഷ്യനിൽ ചില രീതികളുണ്ട്, ലോകരീതികള്, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള രീതികള്, സ്വഭാവ രൂപീകരണത്തില്, മനസ്സാക്ഷിയില് ഉള്ള ചില രീതികള്. അവയെല്ലാം മാറ്റപ്പെടുന്നത്, നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് സഹനത്തിലൂടെയാണ്. സുഭാഷിതം 20:30. സുഭാഷിതങ്ങൾ 20:30. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം സ്വീകാര്യരായി മാറുന്നത്. പ്രഭാഷകൻ 2:5. പ്രഭാഷകൻ 2:5. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. 2 തിമോത്തി 2:21. 2 തിമോത്തി 2:21. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. 1 കൊറിന്തോസ് 3:13b. 1 കൊരിന്തോസ് 3:13. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ചില പാപങ്ങൾ എന്നേക്കുമായിട്ട് വിട്ടുപോവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രായശ്ചിത്ത പ്രവർത്തികള് നമ്മുടെ ചില സ്വഭാവ രീതികൾ മാറാനോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രാർത്ഥനയോട് ചേർത്ത് സഹനങ്ങൾ വെക്കണമെന്ന് ആത്മീയ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 4:1-2. 1 പത്രോസ് 4:1-2 തിരുവചനങ്ങൾ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം
മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്ത് ആണ് ജീവിക്കുന്നത്. ഈശോ നിശബ്ദ സഹനത്തിന്റെ ഒരു മാതൃകയാണ്. കാരണം അവിടുത്തെ മക്കള് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരുമെന്നറിയാം. അപ്പോൾ അവരെങ്ങനെയാണ് സഹിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ശക്തനായിരുന്നിട്ടും നിശബ്ദ സഹനത്തിന്റെ മാർഗം നമ്മെ പഠിപ്പിച്ചു. ആ സഹനത്തിന്റെ നിമിഷങ്ങളിൽ അവൻ സൗമ്യനായിരുന്നു. ജ്ഞാനം 2:19. ജ്ഞാനം 2:19. നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. ഏശയ്യാ 42:2. യേശയ്യാ 42:2. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ഏശയ്യാ 53:9. യേശയ്യാ 53:9. അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. 1 പത്രോസ് 2:21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. 1 പത്രോസ് 2:21 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഫിലിപ്പിയ 2:8. ഫിലിപ്പി 2:8. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ലൂക്ക 22:42. ലൂക്ക 22:42. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. സെയിന്റ് ഫൗസ്റ്റീന, ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ. അവിടുത്തെ ഓട്ടോബയോഗ്രഫിയാണ്. അതിലെ 342 പാരഗ്രാഫിലെ ഇങ്ങനെയാണ് കുറിക്കുക: ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സഹനമാണ്. അത് ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. സഹനത്തിൽ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനെ നാം കണ്ടെത്തുന്നു. ഈ ഒരു മാതൃകയാണ് വിശുദ്ധരും നമുക്ക് നൽകുന്നത്. ഈശോയുടെ സഹനം ത്യാഗോജലമായ സ്നേഹത്തെയാണ് നമുക്ക് അനുഭവവേദ്യമാക്കുകയും അതുപോലെ തന്നെ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നത്. ഒരു യഥാർത്ഥ യേശു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ത്യാഗോജലമായ സ്നേഹത്തിന് സ്വയം സമർപ്പിക്കുന്നവരെന്നാണ്. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി
തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 15:13. യോഹന്നാൻ 15:13. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. മത്തായി 20:28. മത്തായി 20:28. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. 1 യോഹന്നാൻ 3:16. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഗലാത്യ 2:20. ഗലാത്യ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈശോയുടെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് പാപമോചനവും സാത്താന്റെ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും ആണ്. ക്രൂശീകരണം ആത്മാവിൽ വളരാൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഏശയ്യാ 43:25. യേശയ്യാ 43:25. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. സങ്കീർത്തനം 103:12. സങ്കീർത്തനം 103:12. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കൊളോസോസ് 2:13-15 വരെ. കൊലോസോസ് 2:13-15 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. യേശുക്രിസ്തുവിന് സ്വന്തമായിട്ടുള്ളവര് ജഡത്തിന്റെ എല്ലാ തരം മോഹങ്ങളും ക്രൂശിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആത്മാവിലേക്ക് വരിക. ആത്മാവിലുള്ള ജീവിതം അങ്ങനെയാണ് നടക്കുക. അതാണ് ഗലാത്യ 5:24-25 വചനത്തിൽ വായിക്കുക. ഗലാത്യ 5:24-25 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. കൊളോസോസ് 3:5. കൊളോസോസ് 3:5. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ക്രിസ്തുവിന്റെ സഹനമാണ് നമ്മെ യഥാർത്ഥ
വിശ്വാസത്തിലേക്കും വിശ്വസ്തതയിലേക്കും നയിക്കുന്നത്. ഈശോയുടെ അത്ഭുതം കണ്ടാല്, ഈശോയുടെ സൗഖ്യം ലഭിച്ചാല് ഈശോയിലേക്ക് ആകർഷിക്കപ്പെടാം. പക്ഷെ യഥാർത്ഥ വിശ്വാസത്തിലേക്കും വിശ്വസ്തതയിലേക്കും വരുന്നത് സഹനത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. മർക്കോസ് 14:24. മർക്കോസ് 14:24. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ജെറമിയ 32:40. ജെറമിയ 32:40. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. ഹെബ്രായർ 9:15. ഹെബ്രായർ 9:15. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. ഈ ഉടമ്പടിയിലൂടെ ഈശോ സ്നേഹത്തിന്റെ നിയമം ഹൃദയത്തിൽ നിക്ഷേപിക്കുമെന്നാണ് വാഗ്ദാനം. ജെറമിയ 31 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. ജെറമിയ 31 മുതൽ 34 വരെ തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവുമായിരിക്കും. 2 കൊരിന്തോസ് 3:3. 2 കൊരിന്തോസ് 3:3. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, കൽഫലകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. ഹെബ്രായർ 8:10. ഹെബ്രായർ 8:10. കർത്താവ് അരുളി ചെയ്യുന്നു, അവരെന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാനവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ഹെബ്രായർ 10:16. ഹെബ്രായർ 10:16. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. സ്നേഹത്തിന്റെ നിയമം ആലേഖനം ചെയ്യപ്പെട്ടവരായ ക്രിസ്തു ശിഷ്യർ അവിടുത്തെ കാര്യസ്ഥരാണ്. ആ കാര്യസ്ഥർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വസ്തത. ഈ വിശ്വസ്തത വളരുന്നത് സഹനത്തിലൂടെയാണ്. സഹനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിക്കില്ല, അവിടുത്തെ ദാസനാകാൻ സാധിക്കില്ല.
അവർ മനുഷ്യപ്രീതിയുടെ പുറകെയായിരിക്കും. ഗലാത്തിയ 1:10. ഗലാത്തി 1:10. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. 1 കൊറിന്തോസ് 4:1-2. 1 കൊരിന്തോസ് 4:1-2 തിരുവചനങ്ങൾ. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. വെളിപാട് 17:14. വെളിപാട് 17:14. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. ഇങ്ങനെ വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ് നീതിയുടെ കിരീടവും ജീവന്റെ കിരീടവും. 2 തിമോത്തി 4:7-8. 2 തിമോത്തി 4:7-8 തിരുവചനങ്ങൾ. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. വെളിപാട് 2:10. വെളിപാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും. മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. യാക്കോബ് 1:12. യാക്കോബ് 1:12. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ശിഷ്യത്വം ഒരു സഹനത്തിന്റെ ജീവിതമാണ്. ഇത് ആഴമായി പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോടത്തെ സഹനത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആഴമായി പതിയണമെന്നാണ് പറഞ്ഞത്. ഉപരിവിപ്ലവമായി സഹനത്തെ കാണരുത്. സഹനത്തിന്റെ പഠനം ഈശോ തന്നിട്ടുള്ളത് ആഴമായി പതിയാൻ വേണ്ടിയിട്ടാണ്. ലൂക്ക 9:44. ലൂക്ക 9:44. അവന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ എങ്ങനെയാണ് നേരിടണ്ടേയെന്നും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്തത് ദൈവം അനുവദിക്കില്ല. ആ വിശ്വാസം സഹന നിമിഷങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടാകും. ദൈവം അനുവദിക്കാത്തത് ഒന്നും എന്നിൽ സംഭവിക്കില്ല. അനുവദിച്ചതെല്ലാം എനിക്ക് അതിജീവിക്കാൻ ദൈവകൃപയാൽ സാധിക്കും. 1 കൊറിന്തോസ് 10:13. 1 കൊരിന്തോസ് 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്.
നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഫിലിപ്പിയ 4:13. ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ സാധിക്കും എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസത്തിലൂടെയാണ്. മത്തായി 26:41. മത്തായി 26:41. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ദൈവ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പരീക്ഷണങ്ങൾ ഉറപ്പാണ്. പ്രഭാഷകൻ 2:1. പ്രഭാഷകൻ 2:1. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. വരും നാളുകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന് വചനം പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങൾ കൂടുതൽ ക്ലേശപൂർണമായിരിക്കും. അതിനെ നേരിടാൻ ദൈവം ശക്തി തരുമെന്നുള്ള വിശ്വാസവും ഉണ്ടാകണം. 2 തിമോത്തി 3:1. 2 തിമോത്തി 3:1. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഇങ്ങനെ ഒരു സമയം വരുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പരിഭ്രമമാണ്. അത് ദൈവവിശ്വാസത്തിന്റെ സഹനത്തിന്റെ പഠനങ്ങള് ആഴമായി പതിക്കാത്തത് കൊണ്ടാണ്. 1 പത്രോസ് 4:12. 1 പത്രോസ് 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. പ്രഭാഷകൻ 2:4. പ്രഭാഷകൻ 2:4. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ക്രിസ്തുവിനോട് ഒപ്പം സഹിക്കുന്നത് ആനന്ദകരമായിരിക്കണം. കാരണം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് പീഡനമുണ്ടാകുമെന്ന് വാഗ്ദാനമാണ്. അത് വലിയൊരു സാധ്യതയാണ്, മഹത്വത്തിലേക്കുള്ള സാധ്യതയാണ്. 2 തിമോത്തി 3:12. 2 തിമോത്തി 3:12. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ലോകം അത്തരം വ്യക്തികളെ ചപ്പും ചവറും പോലെയാണ് കാണുക. അങ്ങനെ കാണുമ്പോ ഈ ലോകത്തിൽ അന്യനായി പോയി എന്നുള്ളൊരു വിചാരം വരികയാണെങ്കിൽ അതിൻ്റെയും അർത്ഥം ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ആഴം ഇനിയും അനുഭവിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. 1 കൊരിന്തോസ് 4:13. 1 കൊരിന്തോസ് 4:13. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറ് പോലെയും എല്ലാറ്റിന്റെയും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. വിലാപങ്ങൾ 3:45. വിലാപങ്ങൾ 3:45. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവുമ്പോൾ
ആനന്ദിക്കാൻ പഠിക്കുന്നതാണ് ക്രിസ്തു മാർഗം. ഇതാണ് നമുക്ക് മുമ്പേ പോയവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പസ്തോല നടപടി 5:41. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഈശോ പഠിപ്പിച്ചത് അവരുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ടുണ്ടായിരുന്നു. ഈശോ എന്താ പഠിപ്പിച്ചത്? മത്തായി 5:12. മത്തായി 5:12. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മളിലെ ആന്തരിക മനുഷ്യൻ വളരാൻ തുടങ്ങുന്നത്. 2 കൊരിന്തോസ് 4:16. 2 കൊരിന്തോസ് 4:16. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. എഫേസൂസ് 3:16. എഫേസൂസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 1:11. കൊലോസോസ് 1:11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ ഭാവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കൊളോസസ് 1:24. കൊലോസോസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാവുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ആത്മാവിൽ ഇങ്ങനെ വിജനതയിലായിരിക്കുമ്പോൾ, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നമുക്ക് നമ്മുടെ സ്വന്തം സുഹൃത്തും രക്ഷകനുമായ ഈശോയുടെ ഹൃദ്യമായ സ്വരം ശ്രവിക്കാൻ സാധിക്കും. ഹോസിയ 2:14. ഹോസിയ 2:14. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഏശയ 30:20-21. യേശയ്യ 30:20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇരത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. സ്വരമെല്ലാം ശ്രവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സഹനങ്ങളെ കുറിച്ച് ആത്മാവിൽ സങ്കീർത്തകനെ പോലെ നമ്മും പറഞ്ഞു പോവുക. സങ്കീർത്തനം 119:71. സങ്കീർത്തനങ്ങൾ 119:71. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഭാരതത്തിന്റെ ആദ്യത്തെ വിശുദ്ധ. എപ്പോഴും ആദ്യമായി ലഭിക്കുന്നതിന് ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട്. വിശുദ്ധ അൽഫോൻസ നമ്മെ പഠിപ്പിച്ചത് സഹനം ഇല്ലാത്ത ഒരു ദിവസം നഷ്ടപ്പെട്ട ദിനമാണെന്ന്. നമുക്കിതിങ്ങനെ പറയാൻ സാധിക്കുമോ? ഇനിയും നാം എത്രയേറെ വളരാനുണ്ട്. സഹനമില്ലാത്ത
ഒരു ദിവസം നഷ്ടപ്പെട്ട ദിനമാണ്. അൽഫോൻസമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത് യോഹന്നാൻ 12:24 മുതൽ 26 വരെയുള്ള വചനത്തിന്റെ ആഴം സഹനത്തിലൂടെ ദൈവം പഠിപ്പിച്ചതാണ്. യോഹന്നാൻ 12:24 മുതൽ 26 വരെ തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എങ്ങനെയാണ് അനുഗമിക്കാൻ പറഞ്ഞത്? ലൂക്ക 9:23. ലൂക്ക 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആ മാർഗം ക്ലിഷ്ടമായ മാർഗമാണെന്നാണ് പ്രഭാഷകനിലൂടെ നാം പഠിക്കുക. പ്രഭാഷകൻ 4:17-18. പ്രഭാഷകൻ 4:17-18 തിരുവചനങ്ങൾ. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസ്ത്രങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. മത്തായി 7:13-14. മത്തായി 7:13-14 തിരുവചനങ്ങൾ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. യോഹന്നാൻ 12:26 നാം വായിച്ചു, എന്റെ ശുശ്രൂഷകനും അവിടെ ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവും ബഹുമാനിക്കും. ജോബ് 36:16. ജോബ് 36:16. നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചോ. നിന്റെ മേശമേൽ ഒരുക്കിയിരിക്കുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ്. ഏശയ്യ 25:6-8 വരെയുള്ള വചനങ്ങൾ. ഏശയ്യ 25:6-8 വരെ തിരുവചനങ്ങൾ. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം മീനുമുള്ള വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. മഹത്വത്തിലേക്ക് ദൈവം ക്ഷണിക്കുന്ന സഹനത്തിലൂടെ നാമും നയിക്കപ്പെടേണ്ടത്. എസെക്കിയേൽ 34:14.
യെസക്കിയേൽ 34:14. നല്ല പുൽത്തകിടുകളിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. സങ്കീർത്തനം 23:2. സങ്കീർത്തനങ്ങൾ 23:2. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. നയിക്കുന്നത് 1 കൊരിന്തോസ് 15:43 നമുക്ക് ബോധ്യമാവുക. 1 കൊരിന്തോസ് 15:43. അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു, അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് വളരാനായി കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.